ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിപ്പോൾ ഒരു മീൻ കറിയും മീൻ വറ്റിച്ചതും കൂടി ഉണ്ടാക്കാനാണ് പോണത്. വറ്റിച്ചത് കൊണ്ട് കായം കൊണ്ട് കറിയും വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു. അപ്പോൾ റാണി കുട്ടീനെ നമ്മളടുത്ത് ആക്കിക്കാണ്ട് പോയി കിടന്ന കേട്ടോ. അവൾക്ക് കയ്യിന് നല്ല വേദന ഉണ്ട്. അപ്പോൾ ഓളോട് പോയി കിടക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയാണ് അടുക്കളയിൽ. അപ്പോൾ ഇമ്മ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മീനും പിന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ചാറ്റിക്കുള്ളത് വറ്റിക്കുള്ളത് വേറെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തലഭാഗമൊക്കെ ഞാൻ വറ്റിക്കണി കട്ടുക. വറ്റിച്ചതിന് ശേഷം പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് തലഭാഗമൊക്കെ. അപ്പോൾ ഇമ്മാക്ക് കയമ്പ് ഉള്ള ഭാഗങ്ങളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇമ്മാക്കും കാക്കാക്കും പിന്നെ മീൻ കറി ആക്കാൻ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. നാളേക്കൊക്കെ ഉള്ള കറിയാണ് ഈ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു തക്കാളി, വലിയ ഒരു തക്കാളിയാണ് കേട്ടോ, 4 പച്ചമുളകും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്തുകൊണ്ട് ചട്ടിയിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പഴയ പുളി ആണ് കേട്ടോ നമ്മളെടുത്തുള്ളത്. പുതിയ പുളി ആയാലേ കുറച്ചൊരു കളറും കൂടി കിട്ടുള്ളൂ. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പണി അതങ്ങനെ വെല്ലനെ അങ്ങനെയൊക്കെ കാട്ടിക്കാണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെല്ല വന്നുകാണ്ട് ഇതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, പിന്നെ വീഡിയോ എടുക്കണേ, ആ സ്റ്റാൻഡിൻ്റെ അറ്റത്തേക്ക് വരാനുള്ള പരിപാടിയുണ്ട്. അതൊക്കെ കാട്ടുന്നത് വെല്ല വരികയാണ്. ഇപ്പോൾ ഇതിൽ 1-ാം പാലും പാർന്ന് തളിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇട്ട പച്ചളും തക്കാളിയും ഒക്കെ നല്ലോണം വെന്തതിൻ്റെ ശേഷമാണ് നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തത്. 1-ാം പാൽ ഒഴിച്ച് തളിച്ചതിൻ്റെ ശേഷം മീനിട്ട് കൊടുത്തു. എന്താണ് ജയ്സക്ക് ഇങ്ങനെ ആട്ടി കൊടുക്കണം. അതന്നെ ടേസ്റ്റില്ല. അപ്പോൾ ഇമ്മ അതിൽ തേങ്ങ പിന്നെ 2-ാം പാലിൽ തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കട്ടായി പോയതാണ്. അപ്പോൾ ഞാൻ ഈ മീൻ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ആദ്യം തന്നെ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി. അപ്പോൾ പിന്നെ അതിലേക്കുള്ള പച്ചമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കരിവേപ്പിൻ്റെ ഇല. അപ്പോൾ അതൊക്കെ ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് എടുത്തിട്ടുള്ളൂ. ഉപ്പിൻ്റെയും എരിവിൻ്റെ ഒന്നും അളവ് ഞാൻ പറയണില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ വേറൊരു ചട്ടിക്ക് പിന്നെ അതിൻ്റെ അടിയിലുള്ള കഷ്ണങ്ങൾ നന്നായി അടിയിലിട്ട് കൊടുത്ത് മേലെ മീനും ഇട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ വെക്കട്ടെ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ആരൊക്കെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്റ്റിലേക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും പറയണ മാതിരി തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാ വരഞ്ഞോ. അപ്പോൾ അത് അടിയിൽ ഇങ്ങനെ സെറ്റാക്കിയാണ്ട് വെച്ച് കൊടുക്കുകയാണ്. ഓൾക്ക് നമ്മൾ ഓളെ മെയിൻറ്റെയിൻ ചെയ്യാഞ്ഞിട്ടുള്ള പ്രശ്നമായിട്ടെന്ന് പാവാണ്, അവന് ബുദ്ധിമുട്ടിക്കൊന്നു. അപ്പോൾ അത് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം അടിയിൽ കരിവേപ്പിൻ്റെ തണ്ടുണ്ടാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി വെച്ചുകൊണ്ട് ആണ് ഞാൻ സെറ്റാക്കി കൊടുത്തത്. പിന്നെ ഒരു മണ്ണിൻചട്ടീൻ്റെ മൂടിയാണ് മൂടി കൊടുത്തു. അപ്പോൾ മീനൊക്കെ വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇളക്കി ഉപ്പുണ്ടാകുന്ന നോക്കിക്കൊണ്ട് ഉപ്പ് എരിവൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ മീൻ കറി ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ മീനിൻ്റെ കായം നമുക്ക് എടുക്കാനുള്ളതാണ് ഈ മൺചട്ടിയല്ലേ. അപ്പോൾ ഈ പരുവത്തിലാവുന്ന സമയത്ത് നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഞാൻ മീൻ കറിയും മീൻ വറ്റിച്ചതും കൂടി ഇങ്ങനെ ഒരു തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടീൻ്റെ വായ്ഭാഗം ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ജന്തുക്കളൊന്നും അരിച്ച് കയറാതെക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതായത് ഒരു സാധനങ്ങളും ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെക്കലില്ല. അപ്പോൾ ഒക്കെ പുറത്തേന് വെക്കുക. പിന്നെ അതുമല്ല, ഇത് മാത്രമല്ല, ഇത് നല്ല ചൂടുള്ളതുമാണ്. നാളേക്കൊക്കെ ഇന്ന് വെച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പം ഇനി നാളെ കാണട്ടോ. അപ്പം ഞാൻ രാവിലെ എണീച്ച് വന്നതാണ്. എണീച്ച് വന്നേക്കാൻ ഈ അടുക്കള കംപ്ലീറ്റ് ഒന്നാണ്ട് അടിച്ചു വാരും. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഗ്യാസ് അടുപ്പും മേടകളും എല്ലാ സ്ഥലങ്ങളും ഏകരത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഗ്യാസ് അടുപ്പും കംപ്ലീറ്റും ഒന്ന് തുടച്ച് വൃത്തിയാക്കും. എന്തെങ്കിലും ജന്തുക്കൾ അരിച്ചേക്കണ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ചോറിനുള്ളതും തിളപ്പിക്കാനുള്ള വെള്ളവും എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ആണ് നമ്മൾ കറണ്ട് അടുപ്പ് ഓണാക്കാൻ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി അരി വെള്ളത്തിലിട്ടിട്ടില്ല.
അത് മറന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അരി വെള്ളത്തിലിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 3/4 ഭാഗം തളിച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അരിയിലെ വേസ്റ്റുകൾ ശരിക്കും പോയി കിട്ടൂല കേട്ടോ. അപ്പോൾ നമ്മളെ മീൻകറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിന് പാലപ്പം മൂടി വെക്കാതെയാണ് ഉണ്ടാക്കിയത്. ഇതെന്ന് വെച്ചാൽ നടു കുറച്ച് പൊന്തിയിട്ടായി ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ മൂടി വെച്ചുകാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നടു പൊന്തണം എന്നുണ്ടെങ്കിൽ മൂടി വെച്ചാൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ കട്ടില്ലാതെ പരത്തിയാലും മതി. ഇപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആ തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഞാനവിടെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് മീൻ കായം കൊണ്ട് നമുക്ക് കറി വെക്കാമെന്ന്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെച്ചെങ്കിൽ ചട്ടിനി കുറച്ച് ലൂസാക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എന്താ വേണ്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ അതുകൊണ്ട് മീൻ കറിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 കയ്യത്ത് വെച്ച് പാർന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി ഒരു കട്ടിയായിട്ട് നിന്നിട്ടുള്ളത്. ഇവിടെ കാക്കാക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കടിയാണ്. പക്ഷേ പാലപ്പം നല്ല ഇഷ്ടപ്പെട്ട്, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേത് ഇത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതെന്താണ് എന്ന് വെച്ചിട്ട് പറയണതാണ്. അപ്പോൾ ഒന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കഴിക്കാത്ത ഞാനും ഇന്ന് രാവിലെ ഒരു പാലപ്പം കഴിച്ചുട്ടാ. പാലപ്പത്തേക്ക് ഏറ്റവും ടേസ്റ്റ് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ബീൻസും ക്യാരറ്റും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒരടുപ്പത്ത് വെച്ചാൽ അതൊക്കെ ഒരേ സമയത്ത് നമുക്ക് ക്ലിയർ ആയിക്കോളും. അപ്പോൾ അത് റെഡിയാക്കാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ചോറ് വെച്ചിരുന്നു. ആ ചോറൊക്കെ തളിച്ചതിന് ശേഷം വാങ്ങി വെച്ചു. അപ്പോൾ പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ആ ചോറ്റക്ക് കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തുകൊണ്ട് ബാക്കി ചായ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരേ സമയം കൊണ്ട് നമ്മൾ എല്ലാ പണികളും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് കേട്ടോ. ഒരു 7:30 മണി 7:45 ഉള്ളിൽ നമ്മളെ വീട്ടിലെ എല്ലാ ജോലിയും കഴിയും. അപ്പോൾ അത് നമുക്ക് പിന്നെ ഫ്രീ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടാ ചെയ്യൽ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ ആദ്യം പഞ്ചസാര ഇട്ടുകൊണ്ട് ചായ നന്നായിട്ട് തിളപ്പിക്കും, വെള്ളം നന്നായിട്ട് തിളപ്പിക്കും. അതിന് ശേഷം ചായപ്പൊടി ഇട്ട് കൊടുക്കുള്ളൂ. ചായപ്പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ നേരം ചായ തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചായക്ക് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ചായ വാങ്ങിച്ച് വെക്കാൻ വലിയ കുടുക്കിയിലാണ് വെള്ളം വെച്ചാൽ എല്ലിയിട്ട് കൊണ്ട് ആയിക്കോളല്ലോ. അപ്പോൾ ഞാൻ എയ്സക്കുട്ടിക്കുള്ള ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ഒരു മുളകിൻ്റെ കഷ്ണം ഇട്ടുകൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടു കീറിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കാണാനും പറ്റും. പിന്നെ ഓക്ക് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കണമല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് വെച്ചുകൊണ്ട് കട്ട് ചെയ്യുക. നമ്മൾ ഇതുവരെ അവൾക്ക് ഉപ്പേരി ഈ വെണ്ടക്ക ഇഷ്ടമുള്ളത് അറിയില്ലായിരുന്നു. ഒരു ദിവസം നമ്മൾ കൊടുത്തു നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് അത്യാവശ്യം എരിവിലുണ്ടാക്കിയതായിരുന്നു. ഞങ്ങൾക്ക് തന്നെ അന്ന് എരിവ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് ഓക്ക് കൊടുത്തില്ല. അപ്പോൾ അതൊന്ന് ഓക്ക് വേറെ ഉപ്പേരിയാക്കിയാണ് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ചൂടാറിയ മീനല്ലേ അത് നമ്മൾ ഓരോന്നും കൈക്കൊണ്ട് തന്നെ ഇട്ട് മാറ്റി വെക്കുന്നത്. കയ്യിലൊക്കെ ഏറ്റായിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോവും. അപ്പോൾ അധികം മീനില്ല, ജസ്റ്റ് ഉള്ളൂ, കായം കൂടുതലില്ല. ഏതായാലും നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്നുള്ളതുകൊണ്ടാണ് ആ കായത്തിൽ ഇപ്പോൾ നമ്മളൊരു കറി വെക്കുന്നത്. കാരണം ഈ കായത്തിലെ കറി വെക്കണേക്കാട്ടും ടേസ്റ്റാട്ടാ അതിലെ കായം. ഒരു നുള്ളു മതി, ഒരു ഉപ്പേരിയും കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് അത് കൂട്ടിയിട്ടുണ്ടെച്ചെങ്കിൽ. നമ്മളെ മീനിൻ്റെ ഈ ടേസ്റ്റ് കിട്ടില്ല, അതിലേറെ ടേസ്റ്റ് ഉണ്ടാവും ആ കായത്തിൽ. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട്. കറി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിൽ വേണമെങ്കിൽ തേങ്ങ അരച്ച് കാണ്ട് നമ്മൾ മീൻ കറി വെക്കൂലേ, അങ്ങനെയും വെക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കാണ്ടോ, അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് കാണ്ട് എല്ലാം മിക്സ് ചെയ്ത് കാണ്ടും കറി വെക്കട്ടെ. ആ കറി വെക്കണ നേരത്തെ നിങ്ങൾ അതിൽ വെണ്ടയ്ക്ക വൈതളങ്ങ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കായ ഇത് ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചൂട് കുറച്ച് കൂടിയതുകൊണ്ട് അടി പിടിച്ചിട്ടില്ല എങ്കിലും കുറഞ്ഞൊരു പുടുത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ആ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ ഇതിൻ്റെ തണ്ടൊക്കെ മാറ്റിക്കാണ്ട് കായ അതിൽ നിന്നുകൊണ്ട് പഠിച്ചെടുക്കാം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് നന്നായിട്ടുണ്ട് കൈകൊണ്ട് നൗണ്ടി കൊടുക്കുക. അപ്പോൾ നമ്മളെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വെന്തതല്ലേ, അപ്പോൾ ഒന്നുണ്ട് മിക്സായി കിട്ടും. ഇത് കൂടുതൽ കറിയാക്കാൻ വേണ്ടിയുള്ള കായലില്ല കേട്ടോ, കുറച്ച് മീനല്ലേ ഉള്ളേന്ന്. ഇന്നിപ്പോൾ തേങ്ങാപ്പാൽ എടുത്തതിൻ്റെ 2ാം പാലുണ്ട്, അപ്പോൾ അതാ ഒഴിച്ചു കൊടുക്കണേ. കൂടുതലായിട്ട് കാര്യമില്ല കേട്ടോ, അപ്പോൾ വെള്ളമായി മാറും. എന്നിട്ട് ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കുക. അത് അത്യാവശ്യം ഉപ്പും എരിവൊക്കെ അതിലുണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ വറ്റിച്ചപ്പെട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് തിളപ്പിച്ചെടുക്കന്നെ, അതന്നെ ഈ കറീൻ്റെ ഇത്.
ഇത് കുറച്ചുള്ളതുകൊണ്ട് ഇത്ര ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് തേങ്ങ അരച്ച് പാർന്നു കണ്ടാണെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഫുള്ളും അയക്കും ആവശ്യം വന്നു കേട്ടോ. ഇതിൽ എരുണ്ട്, ഉപ്പാണ് കുറച്ച് കുറവ്, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് തളിച്ച് വരുമ്പോൾ ഒന്ന് തൂമ്പിച്ച് കൊടുക്കുക, അത്ര തന്നെ. അതോടുകൂടിയിട്ട് കറിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഞാനവിടെ കറി തിളപ്പിക്കാൻ വെച്ച് കണ്ടേ ഇതണ്ട വൈതൽക്ക് നമുക്കുണ്ടായത് ഒന്നെന്നെ ഉള്ളൂ. ഇതിമലൊക്കെ നന്നായിട്ട് പൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആ പച്ചക്കറീൻ്റെ വളമ ഒന്നും ഉണ്ടാക്കിയാണ്ട് അടിച്ച് നോക്കോണ്ടി നല്ല കറുത്ത് വളർന്ന് ഉണ്ടാവുന്നുണ്ട്. കരിവേപ്പിൻ്റെ ഇലയൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ വൈതളങ്ങ നമ്മൾ ഈ മീൻ കറി കണ്ടിട്ട് കൊടുക്കട്ടെ. നമ്മൾ മരത്തുമെന്ന് ഇങ്ങനെ അറുത്ത് കൊടുക്കുന്നതാവുമ്പോഴേ അത് പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ കറിയൊന്നും പോവാതല്ലേ എടുത്ത് കൊണ്ടിരുന്നത്. പിന്നെ ഈ നെട്ടി ഉണ്ടല്ലോ, നെട്ടിൻ്റെ പുറത്തുള്ള ഈ തോല് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇതിന് വലിച്ചെടുക്കുക. അപ്പോൾ വീട്ടിൽ നിന്ന് അറക്കണ വൈതളങ്ങ ആകുമ്പോൾ ഞാൻ ഒന്നായിട്ട് ആകെ പുറഭാഗം കഴുകിയിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് കഴുകൂല കേട്ടോ. അപ്പോൾ ആ കറ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് തീ കിടന്നുകൊണ്ടൊന്നാണ് വെന്തോട്ടെ. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് ആദ്യം ഐസൻ്റെ വെണ്ടക്കണ്ട് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഐസൻ്റെ വെണ്ടക്ക ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു. നമുക്ക് ചാറ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കൊന്ന് തൂമ്പിച്ചെടുക്കും വേണം. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിയും. പിന്നെ ഞാൻ ഈ ഐസക്കുട്ടിക്ക് കഞ്ഞി ഉണ്ടാക്കിയതും പിന്നെ ഓളെ വെണ്ടക്ക പൊരിച്ചതാണത്. പിന്നെ ഞങ്ങൾക്ക് ക്യാരറ്റും ബീൻസും ഉപ്പേരി ഉണ്ട്. പിന്നെ വെച്ചാൽ ആ മീൻകറി നമ്മൾ തേങ്ങാപ്പാലും വൈതളങ്ങയും കൂടി ഇട്ട കായത്തിലെ മീൻകറി ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഞാൻ അതിൽ കുറച്ച് വെണ്ടക്ക സമ്മന്തി അരച്ചിടൂലേ അങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട. അപ്പോൾ നല്ല ടേസ്റ്റാണത്. അപ്പോൾ ആദ്യം ഒന്ന് താളിച്ചെടുക്കുക. എന്നാൽ ഒരു ചട്ടീനും മതി എല്ലീറ്റിനും. വേറെ വേറെ ചട്ടികളിങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ഇട്ട ചെയ്യൽ, ഒരു ചട്ടിയിൽ തന്നെ എല്ലാ പണിയാണ്ട് കഴിച്ചു. അപ്പോൾ ഇത് വെണ്ടയ്ക്കയും ബീൻസും മഞ്ഞളും ഉപ്പിട്ടുകൊണ്ട് ഒന്ന് മിക്സാക്കി വെച്ചതാണ്. പച്ചമുളക് പൊടിയാക്കി അരിഞ്ഞതും പിന്നെ തേങ്ങ ചരുകിയതും. അപ്പോൾ ഇതൊന്നും കൂടി ഇട്ടുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഈ താളിച്ച ചട്ടിയിൽ തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. ഈ വെണ്ടയ്ക്ക ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് വെന്താൽ മതി, അല്ല മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. കാക്കാക്ക് ഇങ്ങനെ ഉപ്പേരിയിൽ തേങ്ങ ഇട്ടാൽ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ബീൻസിലും ക്യാരറ്റിലും തേങ്ങ ഇടാത്ത ഉമ്മാക്ക് അത് ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.